ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു കഥയിലേക്ക് സ്വാഗതം. കഥയുടെ പേരാണ് ഐക്യമാണ് ബലം. അപ്പോൾ കഥ കേട്ടാലോ? ഒരിക്കൽ ഹരിയാനയിൽ കടുത്ത വരൾച്ചയും ക്ഷാമവും ഉണ്ടായി. ആൾക്കാർ തൊഴിലന്വേഷിച്ച് മറ്റിടങ്ങളിലേക്ക് പോകാൻ തുടങ്ങി. സ്വരണം തൻ്റെ കുടുംബവുമായി നാടുവിടാൻ നിശ്ചയിച്ചു. അയാൾ തൻ്റെ 4 മക്കളെയും അവരുടെ ഭാര്യമാരെയും കൂട്ടി യാത്രയായി. ഉച്ചയായപ്പോൾ അവർ ഒരു ഗ്രാമത്തിൻ്റെ അതിർത്തിയിലെത്തി. അവർ അവിടെ ഒരു മരിച്ചുവീട്ടിൽ ഭാണ്ഡങ്ങൾ ഇറക്കി വെച്ച് വിശ്രമിക്കാനിരുന്നു. ക്ഷീണം മാറിയപ്പോൾ സ്വരൻ തൻ്റെ മക്കൾക്ക് നിർദ്ദേശം നൽകി. ഒരാൾ പോയി ഭക്ഷണത്തിനുള്ള സാധനങ്ങൾ വാങ്ങിക്കൊണ്ടുവരണം. പച്ചക്കറി വാങ്ങാൻ 2ാമത്തെ ആൾ പോകട്ടെ. 3ാമത്തെ ആൾ താമസിക്കാൻ പറ്റിയ നല്ല സ്ഥലം കണ്ടുപിടിക്കണം. 4ാമത്തെ ആൾ കയറ് പിരിക്കാൻ ചണം വാങ്ങി കൊണ്ടുവരണം. എല്ലാവരും സ്വരണിൻ്റെ നിർദ്ദേശം അനുസരിച്ചു. അയാൾ മരുമക്കൾക്കും ഓരോ ജോലി കൊടുത്തു. അവരും ജോലികളിൽ വ്യാപൃതരായി. അതിനുശേഷം അയാൾ തണലിലിരുന്നു ചണം കൊണ്ട് കയർ പിരിക്കാൻ തുടങ്ങി. ആ മരത്തിൽ ഇതെല്ലാം കണ്ടുകൊണ്ട് ഒരു ഭൂതം ഇരിപ്പുണ്ടായിരുന്നു. ഭൂതം താഴെ വന്ന് സ്വരണിനോട് ചോദിച്ചു, നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? കയറുണ്ടാക്കുകയാണ്. സ്വരൻ പറഞ്ഞു, ഇതുകൊണ്ട് എന്തു ചെയ്യും? നിന്നെ പിടിച്ചു കെട്ടും. ഇത് കേട്ട ഭൂതം ഭയന്നുപോയി. ഭൂതം അയാളുടെ കാലിൽ വീണ് പറഞ്ഞു, എന്നെ ഒന്നും ചെയ്യല്ലേ, ഞാൻ നിങ്ങൾക്ക് എത്ര സമ്പത്ത് വേണമെങ്കിലും തരാം. പറഞ്ഞതുപോലെ ഭൂതം അയാൾക്ക് ധാരാളം പണവും സ്വർണവും കൊടുത്തു. അതുകൊണ്ട് സ്വരണവും കുടുംബവും സന്തോഷത്തോടെ ജീവിക്കാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കെ ഈ വിവരം മറ്റൊരു ജാട്ട് അറിഞ്ഞു. അയാൾ 4 മക്കളും അവരുടെ ഭാര്യമാരുമായി ഗ്രാമത്തിലെ അതിർത്തിയിലെ മരിച്ചുവീട്ടിലെത്തി. അയാൾ മക്കളെയും മരുമക്കളെയും വിളിച്ച് ഓരോ ജോലി ഏൽപ്പിച്ചു. അതിനുശേഷം അയാൾ ചണം കൊണ്ട് കയറ് പിരിക്കാനിരുന്നു. എന്നാൽ മക്കളാരും അയാൾ പറഞ്ഞ ജോലി ചെയ്തില്ല. അവർക്ക് തോന്നിയതുപോലെ നടന്നു. മരുമക്കൾ പരദൂഷണം പറഞ്ഞ് സമയം കളഞ്ഞു. ഇതെല്ലാം കണ്ടുകൊണ്ടിരുന്ന ഭൂതം ഇറങ്ങി വന്നു. നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? ഭൂതം അയാളോട് ചോദിച്ചു. കയറുണ്ടാക്കുകയാണ്. അയാൾ പറഞ്ഞു. എന്തിന്? നിന്നെ പിടിച്ചു കെട്ടാൻ. സ്വരൻ പറഞ്ഞതുപോലെ അയാളും പറഞ്ഞു. അത് കേട്ട് ഭൂതം ചിരിച്ചു. സ്വന്തം കുടുംബത്തെ ഒറ്റക്കെട്ടായി നിർത്താനുള്ള കഴിവില്ല, എന്നിട്ടാണ് എന്നെ കെട്ടാൻ പോകുന്നത്. ഓടിക്കോ ഇവിടുന്ന്. ഭൂതമലറി. ജാട്ടും മക്കളും മരുമക്കളും ജീവനും കൊണ്ട് ഓടി. എങ്ങനെയുണ്ടായിരുന്നു കഥ? കൊള്ളാമല്ലേ? ഒത്തൊരുമിച്ചാൽ മലയും പോരും. അതുപോലെ ഒത്തൊരുമിച്ചാൽ നമുക്ക് ഭൂതത്തെയും പാട്ടിലാക്കാം. എന്നാൽ പിന്നെ അടുത്ത കഥയുമായി വരാം. ബൈ.